തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു എസ്തെറ്റിക് വാൾ ഗ്രിഡ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. പിൻട്രസ്റ്റിൽ എസ്തെറ്റിക് ഡെസ്ക് ഡെക്കോർ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേ ഈ ഒരു വാൾ ഗ്രിഡ് ആയിരിക്കും ആദ്യം കാണാൻ പറ്റുന്നത്. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ വാൾ ഗ്രിഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പേപ്പർ സ്ട്രോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പേപ്പർ സ്ട്രോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ റോൾ ചെയ്തും യൂസ് ചെയ്യാം. കുറച്ച് വലിയ സൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 പേപ്പർ സ്ട്രോ ഒന്നിച്ച് വെച്ചിട്ട് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ചെയ്തെടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കാം. വാൾ ഗ്രിഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ബോ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബോ ഉണ്ടാക്കുന്നതിൽ ഞാൻ പ്രോ ആണെന്നുള്ള കാര്യം. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഞാനൊരു ബോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 കളർ വീതമുള്ള 4 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയ ഡ്രോയിങ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കട്ട് ചെയ്ത് ചെറിയ സൈസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എയർ ഡ്രൈ ക്ലേ വെച്ച് ഉണ്ടാക്കിയ 2 ഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കീ ചെയിൻസ് കൂടെ എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് വാൾ ഗ്രിഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ട്രിംഗ് ലൈറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ച വാൾ ഗ്രിഡ് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് വാളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഈ ഒരു ഗ്രിഡിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പ്രോസസ്സാണ്. ഞാനിവിടെ വുഡൻ പേപ്പർ ക്ലിപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ സെൻറ്ററിലായി ആ ഒരു ഡ്രോയിങ് ആണ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രിൻ്റ് എടുത്ത ഓരോ ഫോട്ടോസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കിയ ബോ 4 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ കീ ചെയിനും അവിടെ ഇവിടെ ആയിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരു സ്ട്രിംഗ് ലൈറ്റ് കൂടെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ലൈറ്റിംഗ് അത്ര പോരാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ മുന്നേ ഡെക്കോറായിട്ട് ഉണ്ടാക്കിയ ലീവ്സിൻ്റെ ലൈറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് 2 ലൈറ്റും കൂടി ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എസ്തെറ്റിക് വാൾ ഗ്രിഡ് സെറ്റായിട്ടുണ്ട്. നമ്മൾ മുന്നേ ഹാർട്ട് ഷേപ്പിൽ ചെയ്ത വാൾ ഡെക്കോറിന് ലൈറ്റ് കൂടി ഓൺ ചെയ്തപ്പോൾ ഡെസ്ക് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.